ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഐലൈനർ കൊണ്ട് നമ്മൾ വാലിട്ട് എഴുതാൻ പോവാണ്. ഡിഫറെൻറ്റ് ടൈപ്പിൽ നമ്മൾ എങ്ങനെ വാലിട്ട് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാകും എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അതിന് മുമ്പായിട്ട് നമ്മുടെ ഇപ്പോൾ കേരളത്തിലെ മഴ കാരണം കൊണ്ട് ഒരുപാട് ഫാമിലി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അതുമല്ലാണ്ട് നമ്മുടെ വയനാട്ടിൽ ഇപ്പോൾ നടന്ന ഒരുപാട് പേര് ബലിയാകേണ്ടി വന്ന ഒരു ദുരന്തം, അത് നമ്മൾ ഇനി ഒരിക്കലും നമ്മുടെ ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലിട്ട് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം ഐഷാഡോ പാലറ്റിൽ നിന്ന് സ്കിൻ കളർ എടുത്തിട്ട് നമ്മൾ കണ്ണിന് മേലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ കണ്ണ് കുറച്ച് ഡാർക്കാണ്. അണ്ടർ ഐയിൽ എനിക്ക് ഡാർക്ക്നെസ് ഒന്നുമില്ല, പക്ഷെ കണ്ണിന് മേലെ ഒരു ഡാർക്ക് ഉണ്ട്. അത് എന്തോ എൻ്റെ പാരമ്പര്യമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഐഷാഡോ പാലറ്റിൽ നിന്ന് സ്കിൻ കളർ എടുത്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് ഞാൻ സ്ഥിരമായിട്ട് അങ്ങനെ തന്നെ ചെയ്യാറ്. എൻ്റെ സ്റ്റെപ്പ് അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഐലൈനർ എടുത്തിട്ട് ലാക്മേൻ്റെ ഒരു ഐലൈനറാണ് എടുക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഐലൈനറാണ്. ദെൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഐലൈനർ എടുത്തിട്ട് നമ്മൾ ഔട്ടർ കോർണറിൽ വന്നിട്ട് ഇതുപോലെ 3 ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 3. അപ്പോൾ അതിനെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ജോയിൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലൊന്ന് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് എൻ്റെ നിന്ന് ഔട്ടർ കോർണറിൽ നിന്ന് ഉള്ളിലേക്ക് ഇന്നർ കോർണറിലേക്ക് ഒരു ജോയിൻറ്റ് ചെയ്യുന്ന രീതിക്ക് നമ്മളൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക. അത് കുറച്ചായിട്ട് മെല്ലെ മെല്ലെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഒരു ലൈനിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നർ കോർണറിൽ നിന്ന് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്ര തിക്ക് വേണോ തിന്ന് വേണോ എന്നുള്ളത് നിങ്ങളുടെ ഓപ്ഷനാണ്. എനിക്ക് മീഡിയമാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇടുന്നത്. അപ്പോൾ ഇതെങ്ങനെയുണ്ട്, നമുക്കൊരു വാലറ്റ് മേലോട്ടേക്ക് ഒരു വാലറ്റ് ഇതുപോലെ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതിനുള്ളൂ. ഇതുപോലെ ഡോട്ട് ഇട്ട് 2 കണ്ണിൽ ഒരുപോലെ ഡോട്ട് ഇട്ടതിന് ശേഷം ഇതുപോലെ ഫില്ല് ചെയ്യുകയാണെങ്കിൽ 2 കണ്ണിൽ ഒരുപോലെ ഇരിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ചിലവർക്കൊരു പ്രശ്നമുണ്ട്, ഒരു കണ്ണിൽ ഒരു രീതിയിലായിരിക്കും, ഒരു കണ്ണിൽ ഒരു രീതിയിലായിരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ താഴെ ജസ്റ്റ് ഒരു ലൈൻ ഇട്ട് ഇതുപോലെ കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് കാജലിടണമെങ്കിൽ കാജലിടാം, ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യാം. പിന്നെ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഞാനൊന്ന് സൂം ചെയ്യാം, എന്നാലേ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഔട്ടർ കോർണറിൽ നിന്ന് കുറച്ചൊന്ന് ലൈന്, നമ്മളെപ്പോഴും വരയ്ക്കുമ്പോൾ ഒന്ന് പുരുകൊന്ന് തൂക്കി പിടിക്കാൻ മറക്കരുത്. ഇതുപോലെ സ്ട്രെയിറ്റ് ഒരു ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലേക്ക് പോകാതെ നോക്കണം. ഓക്കെ, അപ്പോൾ ഒന്ന് വരഞ്ഞിട്ട് നമ്മൾ മേലോട്ട്, അതായത് നമ്മുടെ കണ്ണിൻ്റെ മേലോട്ടേക്ക് ഒരു ലൈൻ ഇട്ട് കൊടുക്കാം ഇതുപോലെ. ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്ന് ഉള്ളിലേക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെറ്റായിരിക്കും. അതായത് നമ്മൾ കൂടുതൽ ലൈനൊന്നും ഇട്ട് കൊടുക്കാതെ ഇന്നർ കോർണറിലൊന്നും കണ്ണിൻ്റെ മേലെ ഒന്നും ഇടാതെ നമ്മുടെ ഔട്ടർ കോർണറിൽ മാത്രം നമ്മളൊന്നിങ്ങനെ വാലിട്ട് ചെയ്തതാണ്. കുറച്ചുകൂടെ സിമ്പിളായിട്ട് വേണമെന്നുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ അടുത്തത് മൂന്നാമത്തെ നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ കണ്ണിൻ്റെ ഇന്നർ കോർണറിൽ നിന്ന് നമ്മൾ ഔട്ടർ കോർണറിലേക്ക് ഒരു ലൈറ്റായിട്ടൊരു ലൈന് വരച്ചു കൊടുക്കുക. അത് ഇതുപോലെ ഒന്ന് ലൈൻ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഔട്ടർ കോർണറിൽ നിന്ന് നമ്മൾ കുറച്ചൊരു ലൈറ്റായിട്ടൊരു വാല് നീട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു ഫൈനൽ ലുക്ക്. ഇത് സിമ്പിളായിട്ട് നമുക്ക് ലൈൻ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് നമ്മുടെ കണ്ണ് വലുതായിട്ടും തോന്നും, കണ്ടോ. ഇത് ജസ്റ്റ് നമ്മൾ ഔട്ടർ കോർണറിന് ജസ്റ്റ് ഒരു കുറച്ച് പൊടിക്കൊന്ന് നീട്ടി വരയ്ക്കുമ്പോഴാണ്. അപ്പോൾ സിമ്പിളായിട്ട് ഇങ്ങനെ ഭയങ്കര സിമ്പിളായിട്ട് വരയ്ക്കുന്നവർക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. നാലാമത്തെ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഇതുപോലെ പുരുകൊന്ന് തൂക്കി പിടിച്ച് നോക്കിയിട്ട് ഔട്ടർ കോർണറിൽ നിന്ന് മേലോട്ടേക്ക് ഒരു കേവായിട്ടൊന്ന് വരച്ച് കൊടുക്കുക. ഐലൈനറിൻ്റെ ആ ബ്രഷ് കൊണ്ട് ലൈറ്റായിട്ട് എൻഡ് ടച്ച് ചെയ്യുന്നത് പോലെ രീതിക്ക് നമ്മളൊന്ന് ലൈൻ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഓൾറെഡി കണ്ണിന് മേലെ ഒന്ന് ലൈൻ ഇട്ടതായിരുന്നു, അതിൻ്റെ എൻഡാണ് നമ്മൾ നീട്ടി കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കണ്ണ് ഒരു മാനിൻ്റെ കണ്ണ് പോലെ ഒന്ന് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മുടെ കണ്ണ് കുറച്ച് നീളവും തോന്നിക്കും, വലുപ്പവും തോന്നിക്കും, നല്ലൊരു മാൻ കണ്ണ് പോലെ തോന്നിക്കുകയും ചെയ്യും. നല്ല രസമായിരിക്കും. ഇതൊക്കെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.